السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله بالفائزين برضا الله أما بعد. അല്ലാഹു തആല അവന്റെ അടിമകളായ മനുഷ്യർക്ക് ചില ഓഫറുകൾ നൽകുന്നുണ്ട്. ആ ഓഫറുകൾ ചിലപ്പോൾ മാസങ്ങൾ ദീർഘമുള്ളതും അതല്ലെങ്കിൽ ദിവസങ്ങൾ ദീർഘമുള്ളതും, ചില ഓഫറുകൾ കേവലം സമയങ്ങൾ മാത്രം ദീർഘമുള്ളതുമായ പല ഓഫറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകുന്നുണ്ട്. മാസം ദീർഘമുള്ള ഓഫർ എന്ന് പറയുന്നത് വിശുദ്ധമായ റമളാൻ, സയ്യിദു ഷുഹൂർ എന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ റമളാൻ അവന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകൾക്ക് വല്ലാത്ത ഒരു ഓഫറുള്ള മാസമാണത്. അതുപോലെ ദിവസങ്ങളിൽ ഓഫർ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് വല്ലാത്ത ഒരു ഓഫറുള്ള ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച ദിവസം വളരെയധികം പ്രാധാന്യത്തോടെയാണ് മഹത്തുക്കളായ ആളുകൾ കണ്ടിരുന്നത്. മഹാന്മാരെ വെള്ളിയാഴ്ച ദിവസയെ പരിചയപ്പെടുത്തിയത് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസം എന്നാണ്. നമുക്കറിയാം, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ആ പെരുന്നാളിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന്. മാത്രമല്ല, അതിലെ പ്രധാന കർമ്മമായ ജുമുഅ, ആ ജുമുഅ ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ, പാവപ്പെട്ടവരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ് എന്ന് മഹത്തുക്കളായ ആളുകൾ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും അവരുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാനരായ സയ്യിദുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ തന്റെ ഇണയായ ഹവ്വാ ബീവിയുമായി ഒപ്പം കൂടി ജീവിതം തുടങ്ങിയതും വെള്ളിയാഴ്ച ദിവസമാണ്. മാത്രമല്ല, ഭൂമിലോകത്തേക്ക് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയക്കുന്നതും വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതിനുശേഷം വന്ന പ്രവാചകന്മാരിൽ മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സലീഹ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിവാഹം നടന്നതും വെള്ളിയാഴ്ചയാണ്. സഫൂറ ബീവിയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള വിവാഹം നടന്നതും വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ആദ്യ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ പ്രിയ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മകളെയും വിവാഹം ചെയ്തതും ഈ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ശേഷം അവിടുന്ന് തന്റെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതും ഈ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. മഹത്തുക്കളായ ആളുകളും അതുപോലെ തന്നെ നബിമാരും വെള്ളിയാഴ്ചയെ വളരെയധികം പ്രാധാന്യത്തോടെയും അവർ കണ്ടിരുന്നത്. മാത്രമല്ല, വെള്ളിയാഴ്ച ഒരു സമയത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സമയം, ആ സമയത്തിൽ നിങ്ങളുടെ ആവലാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും റബ്ബിലേക്ക് നിങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചാൽ അത് സ്വീകരിക്കുമെന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയം ഏതാണെന്ന് മഹാന്മാര് പറയുന്നത് പല സമയങ്ങളായിട്ടാണ് അഭിപ്രായപ്പെടുന്നത്. അവിടുന്ന് പറയുന്നു, മഹത്തുക്കളായ ആളുകൾ പറയുന്നത് വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷവും, അതല്ലെങ്കിൽ ലുഹാ സമയത്ത്, അതല്ലെങ്കിൽ ഖതീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷം, അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിന്റെ ശേഷം മഗ്രിബ് വരെയുള്ള സമയങ്ങളെന്ന് മഹത്തുക്കളായ ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങളും അതിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, നിങ്ങളെ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരാധനയിൽ മുഴുകുക, നിങ്ങളുടെ കച്ചവടങ്ങളും മറ്റുമെല്ലാം നിങ്ങൾ ഒഴിവാക്കി ആരാധനയിൽ മുഴുകുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മഹത്തുക്കളായ ആളുകൾ അവര് ദുആക്ക് പ്രത്യേകം അല്ലാഹുവിൽ നിന്നുള്ള ഇജാബത്ത് ലഭിക്കുന്ന സമയവും പരിചയപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ. സയ്യിദുൽ അയ്യാം എന്നാണ് മഹത്തുക്കളായ ആളുകൾ വെള്ളിയാഴ്ചയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം അല്ലാഹുവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കാനും
നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് ചോദിക്കാൻ നാം ഒരു സമയം കണ്ടെത്താൻ. മഹത്തുക്കൾ ഈ പറഞ്ഞ സമയത്ത് അതിന് പ്രത്യേകമായി ഇജാബത്തുണ്ട് എന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.